സങ്കീർത്തനം 19 അധ്യായം 12 വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചയിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റിൽ നിന്നും ഈ ദാസനെ കാത്തുകൊള്ളണമേ. സ്നേഹമുള്ളവരെ, നമ്മളെ തന്നെ ഒരു നിർമ്മലനായി കാത്തു സൂക്ഷിക്കാൻ ഇതിലും സുന്ദരമായൊരു പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ഒരു അഭിഷേകം സ്വീകരിക്കേണ്ട വചനമാണ്. അറിയാതെ പറ്റുന്ന വീഴ്ചയിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞുകൊണ്ട് തന്നെ എത്രയോ തെറ്റുകളാണ് ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് വീഴുന്നത്. ഇവിടെ സങ്കീർത്തകൻ പറയുക, അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ പോലും പറ്റുന്ന എൻ്റെ വീഴ്ചയിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ പോലും ഒരു പാപം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. തീർന്നില്ല, ബോധപൂർവം ചെയ്യുന്ന തെറ്റിൽ നിന്നും ഈ ദാസനെ കാത്തുകൊള്ളണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ബോധപൂർവവും അല്ലാതെയും പറ്റുന്ന എല്ലാ തെറ്റിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. അപരാധങ്ങളിൽ നിന്ന്, വീഴ്ചയിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിക്കണമേ. പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് സ്വന്തമാവുക എന്നതാണ് എൻ്റെ അർത്ഥം. സാത്താനോട് കൂട്ട് റദ്ദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പക്ഷം ചേരുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, റദ്ദ് ചെയ്യേണ്ടതിൻ്റെ കൂട്ടുകെട്ടുകളെ, അകലം പാലിക്കേണ്ട വിഷയങ്ങളിൽ നിന്ന് അകലം പാലിക്കാനുള്ള തൻ്റെ ഇടം, അത് സ്വർഗത്തിൻ്റെ കൃപയാണ്. ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈ പ്രാർത്ഥന വല്ലാത്തൊരു ബലം പകരുക. അറിയാതെ പോലും കർത്താവെ, എൻ്റെ കണ്ണുകൾ കൊണ്ട്, എൻ്റെ കേൾവി കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ഭാവന കൊണ്ടൊക്കെ വീണു പോകുന്ന ബലഹീന ജഡപ്രവണതകളിൽ നിന്നൊക്കെ കർത്താവെ, അറിയാതെ പോകുന്ന പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ഈ പ്രഭാതം എഴുന്നേൽക്കും തൊട്ട് മനസ്സിൻ്റെ ഒരു സുഹൃത്ത ജപം പോലെ പ്രാർത്ഥിക്കാമോ? നീ പോകുന്ന വഴികളിലെല്ലാം പതിഞ്ഞിരിക്കുന്ന എല്ലാ തിന്മയിൽ നിന്നും ദൈവം നിന്നെ കാത്തുകൊള്ളും. ആമേൻ.